ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോ. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത, രാജ്യത്തിന്റെ ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ചരിത്ര സമര സഹന പോരാട്ടങ്ങളോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത ഒരിക്കൽ കൂടി നമ്മൾ ഓർത്തെടുക്കുന്ന ദിവസം കൂടിയാണ്. രാഷ്ട്രപിതാവിൻ്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാനത്ത് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നിനെ ജനകീയ പങ്കാളിത്തത്തോടെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ കേരളത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച, കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എങ്ങനെയാണത്? വിദ്യാഭ്യാസത്തിൽ കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സാക്ഷരത കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആരോഗ്യ സൂചികകളിൽ നവജാത ശിശു മരണനിരക്ക് രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. അമേരിക്കൻ ഐക്യനാടുകളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഡേറ്റയുമായിട്ടാണ് നമ്മുടേത് തുല്യമായിരിക്കുന്നത്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവാണ് കേരളത്തിൽ, രാജ്യത്തെ ഏറ്റവും കുറവാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആയുസ്സുള്ളവർ ജീവിക്കുന്ന ഇടത്തിന്റെ പേരാണ് കേരളം. നീതി ആയോഗ് പറയുന്നു രാജ്യത്തെ ഏറ്റവും നല്ല സ്കൂൾ വിദ്യാഭ്യാസമുള്ള ഇടം കേരളമാണ്, ഏറ്റവും നല്ല പൊതുജനാരോഗ്യ സംവിധാനമുള്ള ഇടം കേരളമാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഭക്ഷ്യസുരക്ഷയിൽ തുടർച്ചയായ 2ാം വർഷം രാജ്യത്തെ 1ാം സ്ഥാനം നമുക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരിടത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണേണ്ടതുണ്ട്. അതാണ് മാലിന്യ സംസ്കരണം. നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ രാജ്യത്തെ ഏറ്റവും അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാവേണ്ട സ്ഥലം കേരളമായിരുന്നു, ഒരു സംശയവും വേണ്ട. കാരണം നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, ബോധ്യമുണ്ട്, ആരോഗ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളത് അറിയാം. ഇതൊക്കെ അറിയാമെങ്കിലും നമ്മുടെ പൊതു ഇടങ്ങളിൽ മാലിന്യമുണ്ട്. നമ്മൾക്ക് പലയിടത്തും ഇപ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൊച്ചി പോലുള്ള നഗരങ്ങളെ കുറിച്ചൊക്കെ പണ്ട് അവിടേക്ക് കൊച്ചി എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അവിടെ ദുർഗന്ധം ഉണ്ടാവും. ഇന്ന് ആ സ്ഥിതി മാറും. ഇന്ന് കൊച്ചി അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി ഒരിക്കലും കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അതിന്ന് നമ്മുടെ മുന്നിലൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഞാനൊരു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നമുക്കിങ്ങനെ ഓടി കളിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒപ്പം പുറത്തു പോയി കളിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളും മറ്റു മുതിർന്നവരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തെ കുറിച്ച് നിങ്ങളൊക്കെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? വെള്ളത്തിൽ നിന്ന് പകരുന്ന ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, അമീബ മൂലമാണ്. അപ്പോ എന്തുകൊണ്ടാണ്? ലോകത്തിൽ വളരെ റെയറായിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള രോഗമാണ്. പക്ഷെ ഇന്ത്യയിൽ കൂടുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങളും. ഇപ്പം ഗുവാഹട്ടിയിൽ അടുത്തിടെ വന്നിട്ട് പോയ ഒരു വിദേശി, ഒരു ടൂറിസ്റ്റ് തിരിച്ചുപോയി മരണപ്പെട്ടു. അവിടെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയതാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് അടുത്തിടെ കേരളത്തിൽ വന്ന ഒരാൾ മരണപ്പെട്ടു. അവിടുന്ന് പനിയായിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജലാശയങ്ങളിൽ മാലിന്യം കൂടുന്നുണ്ട്. അതുപോലെ പൊതുയിടങ്ങളിൽ മണ്ണിൽ മാലിന്യം, അതിന്റെ സാന്നിധ്യം കൂടുന്നുണ്ട്. അപ്പോ ശാസ്ത്രജ്ഞരുടെ ഒരു വർക്ക്ഷോപ്പ് വിളിച്ചു ചേർത്തപ്പോൾ അവർ പറഞ്ഞത് പല കാരണങ്ങളുണ്ടാകാം. 1, അന്തരീക്ഷ താപനില, കാലാവസ്ഥ വ്യതിയാനം. 2, മാലിന്യം ഒരു കാരണമാകാം. നമ്മൾ ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുന്നു. കൊതുക്, എങ്ങനെയാണ് കൊതുക് ഉണ്ടാകുന്നത്? നമ്മൾ അശ്രദ്ധമായി വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക്.
നമ്മുടെ വീട്ടിൽ പറമ്പിൽ ആ പ്ലാസ്റ്റിക് അവിടെ കുഴിഞ്ഞു കിടന്നാൽ മഴവെള്ളം അവിടെ വീണ് വെള്ളം കെട്ടിക്കിടന്ന് അവിടെ കൊതുകുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ആ കൊതുക് നമ്മളെ കടിച്ച് ഡെങ്കിപ്പനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരിശോധിച്ച് ചികിത്സില്ലെങ്കിൽ വേഴ്സായി മരണം സംഭവിക്കുന്നു. അപ്പൊ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് മാലിന്യമുക്ത കേരളം, നമ്മുടെ പൊതു ഇടങ്ങൾ ലോകത്തിലെ ഏറ്റവും സുന്ദരങ്ങളായിട്ടുള്ള ഇടങ്ങളായി മാറാൻ പറ്റും. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പുറത്തിറങ്ങുന്നുണ്ടോ? വീട്ടിലെ പ്ലാസ്റ്റിക് എന്താ ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളാണ്, ഇവിടെ കുഞ്ഞുങ്ങളുമുണ്ട് വീടുകളിൽ. എങ്ങനെയാണ് ഈ മാലിന്യം സംസ്കരിക്കുന്നത്? അതിന് നമുക്ക് സംവിധാനമുണ്ടോ? നമ്മുടെ പഞ്ചായത്തിലൂടെ അവിടെ എത്തുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അവിടെ വീട്ടിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലെങ്കിൽ, അവിടെ ചില വീടുകളിലൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ പ്രോപ്പറായിട്ട് സംസ്കരിക്കുന്നുണ്ട്. മാലിന്യം ഉണ്ടാകുന്ന ഇടത്ത് അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി പഞ്ചായത്തുകൾ ഒരുക്കുന്നുണ്ട്. ഇതൊരു വലിയ ക്യാമ്പയിനായിട്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് 2025 മാർച്ചോടുകൂടി ഒരു വലിയ ലക്ഷ്യം നമ്മൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തീർച്ചയായിട്ടും കേരളം മാലിന്യമുക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എറിയുന്ന ഒരു പ്ലാസ്റ്റിക്, ഞാൻ കളയുന്ന ഒരു പേപ്പർ കഷ്ണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വലിച്ചെറിയുന്ന, റോഡിലേക്ക് എറിയുന്ന, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ല. എന്നോടും എൻ്റെ സമൂഹത്തോടും ഞാൻ ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്നിടത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് മുതൽ ഒക്ടോബർ 2 മുതൽ മാർച്ച് മാസം 30-ാം തീയതി വരെ അതിവിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ തുടക്കമിടുന്നത്. ഇപ്പൊ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണണം, ഇതിനോടൊപ്പം ഇത് സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ, സംസ്ഥാന സർക്കാരിന്റെ ബഹുമാനപ്പെട്ട CM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു വലിയ ജനകീയ ക്യാമ്പയിൻ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ നമ്മുടെ ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം കൂടി പങ്കെടുത്തുകൊണ്ടാണ് നടത്തുന്നത്.